എല്ലാവർക്കും ഭൂലോക ന്യൂസിലേക്ക് സ്വാഗതം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച, ലോകം അതുവരെ കണ്ട ഏറ്റവും വലിയ യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. 1945 ഹിറോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ സംഹാര താണ്ഡവമാടിയതോട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. എന്നാൽ 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതറിയാതെ 1974 വരെ സ്വന്തം രാജ്യത്തിനായി പോരാടിയ ഒരു സൈനികനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹിരോ ഒനോഡ. ജാപ്പനീസ് ഇമ്പീരിയൽ ആർമിയിലെ ഓഫീസറായിരുന്നു ഹിരോ ഒനോഡ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷവും ഏകദേശം 30 വർഷത്തോളം അദ്ദേഹം ഫിലിപ്പൈൻസ് കാടുകളിൽ യുദ്ധം തുടർന്നു. ഒരു ഇൻ്റലിജൻസ് ഓഫീസറായി പരിശീലനം നേടിയ ഒനോഡയും സംഘത്തെയും സഹ്യസേനയെ ഗറില്ല യുദ്ധത്തിലൂടെ അട്ടിമറിക്കുക എന്ന ദൗത്യവുമായാണ് 1944 ഫിലിപ്പൈൻസിലെ ലുബാങ് ദ്വീപിലേക്ക് അയക്കുന്നത്. 1945 യുദ്ധം അവസാനിച്ചപ്പോൾ ഒനോഡയും ശേഷിച്ച ഏതാനും പട്ടാളക്കാരും ഈ വാർത്ത വിശ്വസിക്കാൻ വിസമ്മതിച്ചു. അത് ശത്രുക്കളുടെ പ്രോപ്പഗണ്ടയാണെന്നായിരുന്നു അവരുടെ വാദം. യുദ്ധം തീർന്നിട്ടില്ലെന്നും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒനോഡയും കൂട്ടരും ഉറച്ചു വിശ്വസിച്ചു. കാലക്രമേണ ഒനോഡയുടെ കൂട്ടാളികളിൽ പലരും കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തു. എന്നാൽ ഒനോഡയാകട്ടെ അദ്ദേഹം ആർജിച്ചെടുത്ത സർവൈവൽ സ്കിൽസ് ഉപയോഗിച്ചും പ്രാദേശിക ഗവൺമെൻറ്റിനോട് കലഹിച്ചും ഒളിവിലെ ജീവിതം തുടർന്നു. അങ്ങനെ 1974 ജാപ്പനീസ് സാഹസികനായ നൊറിയോ സുസുക്കി കാട്ടിൽ വെച്ച് ഒനോഡയെ കണ്ടെത്തി. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. തൻ്റെ കമാൻഡിംഗ് ഓഫീസറായ മേജർ ഒഷിമി തനിഗുച്ചി ലുബാങ്ങിലേക്ക് വന്ന് ഒനോഡയോട് ഔദ്യോഗികമായി ഡ്യൂട്ടിയിൽ നിന്ന് വിരമിക്കാൻ ആവശ്യപ്പെടുന്നതുവരെ ഒനോഡ കീഴടങ്ങാൻ വിസമ്മതിച്ചു. അങ്ങനെ നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം ഒനോഡ വീണ്ടും സ്വന്തം ജന്മദേശത്തിലേക്ക് എത്തിയെങ്കിലും മാറിയ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം ബ്രസീലിലേക്ക് താമസം മാറുകയും കന്നുകാലി വളർത്തൽ ചെയ്ത് ജീവിക്കുകയും ചെയ്തു. തുടർന്ന് ജപ്പാനിലേക്ക് തന്നെ മടങ്ങിയ അദ്ദേഹം തൻ്റെ അതിജീവന കഴിവുകൾ പഠിപ്പിക്കാൻ തൻ്റെ പിന്നീടുള്ള കാലം ചിലവഴിച്ചു. അചഞ്ചലമായ സമർപ്പണത്തിൻ്റെയും കടമയുടെയും പ്രതീകമായാണ് ഹിരോ ഒനോഡയെ ലോകം നോക്കിക്കാണുന്നത്. 2014 തൻ്റെ 91 വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. എത്ര വിചിത്രമായ കാര്യങ്ങളാണല്ലേ ഈ ലോകത്ത് സംഭവിക്കുന്നത്. നമ്മൾ എന്തറിയുന്നു? കൂടുതൽ വിശേഷങ്ങൾക്കും കൗതുകകരമായ വാർത്തകൾക്കും ഭൂലോക ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.